അപ്പോൾ അന്ന് അവർ നടത്തിയ പരീക്ഷണങ്ങളുടെ ഭാഗം ഗലീലിയോ തൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അളവും കണക്കും ഇല്ല, അതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ അളവും കണക്കും നിർണ്ണയിക്കുവാൻ എന്തെങ്കിലും വേണം. അവർ വ്യത്യസ്ത അളവുകളിൽ ചരടുകൾ മുറിച്ച് ആ ചരടുകളിൽ ഒരു പെൻസിലൊക്കെ കെട്ടി ഇങ്ങനെ വൃത്തം വരയ്ക്കുന്നതായിട്ടൊക്കെ കണ്ടു. ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, വൃത്തം വരച്ചു, അതിൻ്റെ അളവുകൾ തീരുമാനിച്ചത് ആരാണെന്ന് എനിക്കറിയാമോ? താവോട്ട് വായിച്ചാട്ടെ. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും, ആ പദം ഗൗരവമാണ്. പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത് ലൂസിഫറിനെ കുറിച്ചാണ്. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ചുല്ലസിച്ചു. കാരണം ലൂസിഫറിനും കൂട്ടർക്കും പാർക്കേണ്ടതിനാണ് തമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നത്. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ചുല്ലസിക്കുകയും, പിന്നെ സകല ദൂതന്മാരും സന്തോഷിച്ചാർത്തു. ഇതിന് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് രണ്ട് വലിയ മേജർ ഡൗട്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ആരോ ഒരാൾ വണ്ടിയിലിരുന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ആരാ ചോദിച്ചതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. വണ്ടിയിലിരുന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ലോകസ്ഥാപനത്തിങ്കൽ കുരിളിറക്കപ്പെട്ട ദൈവകുഞ്ഞാടെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രശ്നം സംഭവിക്കുമെന്ന് അറിയാമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, അതിൻ്റെ ലക്ഷണം ഞാനും കാണുന്നുണ്ട്. കാര്യം ലൂസിഫറിന് വേണ്ടിയാണ് ഇതിനെ ഉണ്ടാക്കിയത്. ഈ പുള്ളി മറ്റുള്ളവരുടെ കൂടെ ശല്യക്കാരനായോണ്ടായിരിക്കണം. ഇവന് വേണ്ടി ഇതിനെ സൃഷ്ടിച്ച് കൊടുക്കുക, ഈ ഭൂമിയെ ഇവന് വേണ്ടി സൃഷ്ടിച്ച് കൊടുക്കുകയാണ്. പക്ഷെ ഇവൻ പെശ ഉണ്ടാക്കും എന്ന് തമ്പുരാൻ അന്നേ തോന്നിക്കാണും. അല്ലെങ്കിൽ പിന്നെ അന്ന് തന്നെ പുത്രനെ കുരിളിറക്കാൻ നിയമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലതിനെ കണ്ടാൽ അറിയാം, എത്രയൊക്കെ നമ്മൾ നോക്കിയാൽ ഇവൻ ശല്യം ഉണ്ടാക്കും. മറ്റ് നക്ഷത്രങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മറ്റ് ദൂതന്മാരുടെ കൂടെ ഇവൻ അങ്ങനെ പോകുകയില്ല. ഇവൻ ഏതാണ്ടൊരു തകരാറുള്ള പുള്ളിയാണ്. ഞാൻ ഈ തകരാറിനെ കുറിച്ചും എല്ലാവരോടും യോജിക്കാതെ പോകുന്നതിനെക്കുറിച്ചും, വേർപാടെന്ന ആശയമല്ല, വേർപാടിൽ ദൈവമക്കൾ ഒരുമിച്ച് വേർപെട്ട് ജീവിച്ചേ പറ്റൂ. ദൈവമക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേർപെട്ട് ജീവിക്കണമെന്നല്ല, ദൈവമക്കൾ ഒരുമിച്ച് ലോകക്കാരിൽ നിന്നും വേർപെട്ട് ജീവിച്ചേ പറ്റൂ. ഈ വേർപാട് നമ്മൾ ഒരുമിച്ചാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശത്തോട്ട് ഞാൻ തിരിയുമ്പോൾ, പഴയ നിയമത്തിൽ വീടുകൾക്ക് കുഷ്ഠം ബാധിക്കുക എന്നൊരു സോക്കേടുണ്ട്. ദൈവത്തിൻ്റെ സഭയെ ഒരു വീടിനോട് ഉപമിക്കാം. പഴയ നിയമത്തിൽ പറയുന്നു വീടുകൾക്ക് കുഷ്ഠം ബാധിക്കും. വീടിന് കുഷ്ഠം ബാധിച്ചാൽ കംപ്ലീറ്റ് വീടിനും വരുന്നതിന് മുമ്പേ ആദ്യമേ ഒരു കല്ലിലായിരിക്കും കുഷ്ഠബാധ തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല കല്ലിന് കുഷ്ഠം വരിക എന്ന് പറഞ്ഞാൽ എന്നാന്ന്. ഇപ്പം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കാര്യമില്ലെന്നൊന്നും അർത്ഥമില്ല. എനിക്ക് മനസ്സിലാകാത്ത എന്തെല്ലാം കാര്യം കിടക്കുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ അർത്ഥം എഴുതിയിരിക്കുന്ന തെറ്റാണെന്നല്ല. ഒരു കല്ലിന് കുഷ്ഠം വരും. ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ ഒരു കല്ലിന് കുഷ്ഠമുണ്ടോ എന്ന് ആ വീട്ടുകാർക്ക് തോന്നിയാൽ അവരാ വീട് അടച്ചിട്ടേച്ച് പോയി പുരോഹിതനെ വിളിച്ചുകൊണ്ട് വരണം. പുരോഹിതൻ വന്ന് ഇത് നോക്കണം. ഇത് നോക്കുമ്പോൾ ഈ കല്ലിൽ മഞ്ഞ നിറമുള്ളതോ നിറവ്യത്യാസമുള്ളതോ ആയ വടുക്കൾ കാണുകയും ആ വടുവുള്ള ഭാഗം ബാക്കി കല്ലുകളുമായി ചേരാതെ കുഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഇത് കൊടും കുഷ്ഠം. ഞാൻ എല്ലാവരുടെയും കൂടെ പോകത്തില്ല, ഞാൻ ഒറ്റ മിഷനാണെന്നും പറഞ്ഞ് മാറിയിരിക്കുന്ന പല പുള്ളിക്കും കുഷ്ഠം പിടിച്ചത്. ഇത് പലതിനും കുഷ്ഠം പിടിച്ചതാണ്. അതിനെ കുത്തിയെടുത്ത് വെളിയിൽ കളഞ്ഞ് വീട് ശുദ്ധീകരിച്ചോളാൻ പറഞ്ഞില്ലേ, വീട് മൊത്തം പോക്കാം. അങ്ങും ഇഞ്ഞും ചിലതുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ യോജിക്കാത്തത്. ആ ടൈപ്പിൽ ഒന്നായിരുന്നു ലൂസിഫർ എന്നായ എൻ്റെ തോന്നൽ. എനിവേ, എവന് വേണ്ടിയാണ് ഭൂമി ഉണ്ടാക്കിയത്. ഭൂമിയെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയല്ല, ലൂസിഫറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ആ വാക്യം വീണ്ടും താവോട്ട് വായിച്ചാട്ടെ ബ്രദറെ. ഇതിന് അടിസ്ഥാനമിട്ടത് വായിച്ചു. പ്രഭാത നക്ഷത്രം. ഇതിനൊരു മൂലക്കല്ലിട്ടു, ഇതിന് അടിസ്ഥാനവും ഇട്ടു. നിൽക്കട്ടെ, ഭൂമിക്ക് ഒരു മൂലക്കല്ലിട്ടു, ഭൂമിക്ക് ഒരു അടിസ്ഥാനവും ഇട്ടു. നൗ പ്ലീസ് കം ടു നമ്പർ 1 and 2. പിക്ചർ നമ്പർ 1. ഭൂമിക്ക് ഒരു മൂലക്കല്ലിട്ടു, ഇതിനൊരു അടിസ്ഥാനക്കല്ല് വിട്ടു. ഭൂമിക്കൊരു മൂലക്കല്ലുണ്ടോ, ഒരു അടിസ്ഥാനക്കല്ലുണ്ടോ? എനിക്കത് വായിക്കാനുള്ള ഇവിടെ നിന്ന് എനിക്ക് കാണത്തില്ല. എനിക്കത് കറക്റ്റായിട്ട് വായിക്കാൻ ഒക്കത്തുമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ശാസ്ത്രം തന്നിരിക്കുന്ന ഒരു പിക്ചറാണ് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഭൂമിക്കൊരു അടിസ്ഥാനം ഉണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിൽ അകത്ത് ഒരു മൂലക്കല്ലുണ്ട്. സാധാരണ നമ്മുടെ വീടുകൾ പണിയുന്ന സമയത്ത് കിട്ടുന്നതിലേക്കും കട്ടിയുള്ള കരിങ്കല്ലുകൊണ്ടായിരിക്കും മൂലക്കല്ലിടുന്നത്, അല്ലേ? നന്നായി ഷേപ്പിൽ തട്ടിയെടുത്ത കിട്ടാവുന്നതിലേക്ക് നല്ല കരിങ്കല്ലുകൊണ്ടായിരിക്കും. തമ്പുരാൻ ഭൂമിക്ക് മൂലക്കല്ലിട്ടിരിക്കുന്ന എന്നാ വെച്ചാന്നറിയാമോ? നിക്കലുകൊണ്ടാണ്. നിക്കൽ, അതിൻ്റെ ഏറ്റവും ഇന്നർ കോറിൽ മോൾട്ടൺ നിക്കൽ തമ്പുരാൻ പിടിപ്പിച്ചു. സോളിഡ് മെറ്റൽ ഇന്നർ കോർ, സോളിഡ് ഇന്നർ കോർ
ബട്ട് വിതിൻ ദാറ്റ് ഇറ്റ്സ് എ മോൾട്ടൺ ഫോം. ഞാനത് എനിക്കെൻ്റെ ഡീറ്റെയിൽ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് ഇറ്റ്സ് എ മോൾട്ടൺ നിക്കല. അതിൻ്റെ പുറത്ത് അല്പം കൂടെ വ്യത്യസ്തമായ ലോഹങ്ങൾ വെച്ചു. ഒരുപാടെണ്ണം അതിനകത്ത് കിടപ്പുണ്ട്. ഈ ലോഹങ്ങൾ കൊണ്ട് തമ്പുരാൻ ഇതിനൊരു അടിസ്ഥാനം ഇട്ടു. മൂലക്കല്ലും അടിസ്ഥാനവും രണ്ടാം. മൂലക്കല്ലും അതിൻ്റെ മുകളിൽ ദൈവം, ഇതെല്ലാം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സിമെന്റ് കൊണ്ടൊന്നും അല്ല, മെറ്റലുകൾ കൊണ്ടാണ് ദൈവം ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. തുരുമ്പ് നിന്ന് പോകാതിരിക്കത്തക്കവണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മോൾട്ടൺ നിക്കൽ അടിയിൽ വെച്ചത്. അതവിടെ ചൂടായിരിക്കുന്നിടത്തോളം കാലം ഒരു തുരുമ്പും എടുക്കുകയില്ല. അതിനുശേഷം പല ഇനം മെറ്റലുകൾ കൊണ്ട് ദൈവം ഇതിൻ്റെ അടിസ്ഥാനം ഇട്ടു. ഏറ്റവും ഒടുവിൽ റോക്കി ക്രസ്റ്റ്, കരിങ്കല്ലുകൊണ്ട്, പാറ കൊണ്ട് ദൈവം അതിനൊരു വട്ടമുണ്ടാക്കി. അങ്ങനെ ഒരു അടിസ്ഥാനം ഭൂമിക്കുണ്ടാക്കി പല ലെയറുകൾ ചേർന്ന്. Can you come to the next picture now? എനിക്കൊന്ന് ഇത് ഒന്നാമത്തെ ആണെങ്കിൽ രണ്ടാമത്തെ ഇതിലോട്ട് പോകും. ഇത് രണ്ടാമത്തെ ആണെങ്കിൽ ഒന്നാമത്തെ ഇതിൽ പോകും. ദാറ്റ്സ് ഇറ്റ്. ദൈവം ആ ഭൂമിക്ക് ഒരു അടിസ്ഥാനം ഇട്ടു. ആ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് മെറ്റൽ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇറ്റ്സ് എ മോൾട്ടൺ നിക്കൽ. അവിടെ മുതൽ നിക്കലിൻ്റെ കോമ്പിനേഷൻസ് അധികവും നിക്കൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പാറ കൊണ്ട് അതിൻ്റെ വട്ടത്തിൽ ഒരു കവറിങ് ഉണ്ടാക്കി. സോളിഡ് റോക്ക് അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. യോബിൻ്റെ പുസ്തകത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, നിനക്കറിയാമോ ഇതിനാരാണ് അടിസ്ഥാനമിട്ടത്? പ്രഭാത നക്ഷത്രങ്ങൾ പൊട്ടിയാർക്കുകയും ദൈവത്തിൻ്റെ സകല നക്ഷത്രങ്ങളും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ നക്ഷത്രങ്ങളിലും പാർക്കുന്ന ദൂതസമൂഹങ്ങൾ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവം ദൂതന്മാരെ അതിലേക്ക് പാർപ്പിച്ചു. ഇനി ഞാനൊരു കുറേ സമയം പിക്ചർ ഇല്ലാതെ പോകാം. ദൂതന്മാരെ എന്ന് പറയുന്നത് ലൂസിഫറിനെയും കൂട്ടരെയും. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്നായിരുന്നെന്നറിയാമോ? നീ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം എവിടെ പോയാലും കൂട്ടത്തിൽ പോകാൻ ഒരു കൃപ കൊടുത്തു. ആത്മലോകത്തിൽ പിശാച് ആദ്യം തട്ടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനെ. അകന്ന് നിൽക്കുന്നവനെ തട്ടുന്നതിനേക്കാൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനെ തട്ടാൻ ആ പിശാച് ശ്രമിക്കുന്നത്. കാര്യം ഇവൻ പണ്ട് അവിടെ ആയിരുന്നു. ദൈവത്തോട് ഏറ്റവും അടുത്ത് സഞ്ചരിച്ചു. നീ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചു. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ച് ഒടുവിൽ ഈ ഭൂമിയിലാക്കി. ഇതിനു മുന്നമേ ഇവൻ സ്വർഗീയ പറുദീസയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതിൻ്റെ തെളിവുകൾ കിട്ടുമെങ്കിൽ തപ്പിയെടുത്തുകൊണ്ട് വരാം നാളത്തേക്ക്. എൻ്റെ വിശ്വാസം ഇതിനു മുന്നമേ, ഈ ഭൂമിയിൽ ഇവൻ വരുന്നതിന് മുന്നമേ ഇവൻ സ്വർഗീയ പറുദീസയിലായിരുന്നു. ഇവന് ഭയങ്കര ഉന്നത സ്ഥാനമായിരുന്നു. അവിടെ ഒക്കുകയില്ലെന്ന് കണ്ട് ഒരു ശിക്ഷ കൊടുത്ത് പുള്ളിയെ താഴെ കൊണ്ടുവന്നതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം. എനിക്ക് വേദപുസ്തകത്തിൽ തെളിവ് കിട്ടിയില്ല, തെളിവുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇവനെ സ്വർഗീയ പറുദീസയിൽ നിന്ന് തമ്പുരാൻ ഭൂമിയിലേക്ക് മാറ്റി. ഇവൻ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചിരുന്നു എന്ന വാക്യമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമുക്ക് ഈ ലൂസിഫറിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊന്ന് നോക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം, മൈക്കിൽ കൂടെ വായിക്കണേ. എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്. ഇത് ഒരു സിംബോളിക്കലായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ലൂസിഫറിനെ കണ്ടുകൊണ്ട് സോർ രാജാവ് എന്ന പേരിൽ വിളിച്ച്. കാര്യം ആ കാലത്ത്, അല്ലെങ്കിൽ ഈ പ്രവചനം എഴുതുന്ന എസെക്കിയേലിന്റെ കാലത്ത് ഏറ്റവും മനോഹരമായി യോഗ്യമായി ജീവിക്കുന്ന രാജാവ് സോർ രാജാവാണ്. അതുകൊണ്ട് സോർ രാജാവിനെ ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ട് പറയുകയാണ്, ഇവൻ അഹങ്കാരിയുമാണ്. അവനെ ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ട് പറയുകയാണ്, നീ ഒരു അഹങ്കാരിയാണ്, നിന്റെ വലിയ അഹങ്കാരി പണ്ടുണ്ടായിരുന്നു, അവന്റെ കാര്യം നിന്നെ വെച്ചോണ്ട് പറയാൻ പോകാം. സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപഗീതം ചൊല്ലേണ്ടത് വായിച്ചു. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. എന്റെ ദൈവമേ, ബാക്കി സകല സൃഷ്ടികളുടെയും മകുടമായി മാതൃകാമുദ്രയായി സൃഷ്ടിച്ചത് നിന്നെയാണ്. താവട്ടെ, നീ ജ്ഞാനസമ്പൂർണനും. നിന്റെ പ്രത്യേകതകൾ ഓർത്തോണം. ഒന്ന്, നീ ജ്ഞാനസമ്പൂർണൻ. ലൂസിഫറിന്റെ പ്രത്യേകത അറിവിൽ തികഞ്ഞവൻ, ജ്ഞാനസമ്പൂർണൻ. രണ്ട്, സൗന്ദര്യത്തിൽ സമ്പൂർണൻ. നിന്റെ രണ്ടാമത്തെ പ്രത്യേകത സൗന്ദര്യത്തിൽ തികഞ്ഞവൻ. മൂന്ന്, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. എനിക്ക് ആ വാക്യമായിരുന്നു ആക്ച്വലി വേണ്ടത്. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അതിവിടെങ്ങുമല്ല, അത് നിത്യസ്വർഗത്തിലാ, അങ്ങ് മേളത്തെ സ്വർഗത്തിലാ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. പിന്നെ താമ്രമണി,
പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. മുതലായ സകല രത്നങ്ങൾ, ഏറ്റവും വിലപ്പെട്ട കുറെ എണ്ണത്തിന്റെ പേര് പറഞ്ഞാൽ ഒത്തിരി കാണും. മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അത് എത്രാമത്തെ വാക്യമാ? 13-ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? മലയാളത്തിൽ അർത്ഥം മനസ്സിലാകത്തില്ല. തടവും കൂടും എന്നതാ. Thou hast been in Eden, the garden of God. Every precious stone was thy covering, the sardius, topaz, and the diamond. അല്ല ബ്രദർ, അതല്ല. നിന്നെ തീർത്ത നാളിൽ നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും ടാർബറ്റോ സംതിങ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. Tabrets. ടാർബ്രറ്റ്സ്. അതിന്റെ താഴെ വായിച്ചുകൊണ്ട് വരുന്നുണ്ട്. The beryl, the onyx, and the jasper, the sapphire, the emerald, and the carbuncle, and gold. The workmanship of thy tabrets and of thy pipes was prepared. Thy pipes were of? Tabrets and thy pipes. Tabrets and pipes were of gold. ബാക്കി മലയാളത്തിൽ വായിച്ചു. അങ്ങ് വായിച്ചു. നിന്നെ തീർത്ത നാളിൽ നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്റെ ദൈവമേ, ഇതൊരു ഭയങ്കര വിഷയമാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നും തൊട്ട് വരട്ടെ. നിന്നെ സൃഷ്ടിച്ചപ്പോൾ ജ്ഞാനസമ്പൂർണൻ, സൗന്ദര്യസമ്പൂർണൻ. ആരുടെ കാര്യമായി? ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ. ദൈവം സൃഷ്ടിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തെ താമസിപ്പിക്കാൻ വേണ്ടി ആദ്യമേ കണ്ടെടുത്തിരുന്ന സ്ഥലം ദേവപർവ്വതമായിരുന്നു. ദൈവത്തിന്റെ ഏദനിലായിരുന്നു. ദൈവസിംഹാസനത്തിന് ചേർന്നതായിരുന്നു. അവിടെയാണ് ഇവനെ താമസിപ്പിച്ചിരുന്നത്. ഇവൻ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ നടന്നവനാണ്. ഇവൻ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനുമായിരുന്നു. സകലയിനം രത്നങ്ങൾ കൊണ്ടും അവനെ മൂടിയിരുന്നു. നിങ്ങൾ നീതികേട് ഇല്ലായിരുന്നു. നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പല ആളുകളും പ്രയോജനപ്പെടുന്ന സ്ഥാനങ്ങളിൽ നിന്ന് തെറിച്ച് തെന്നി വീഴാറുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇത്രയും നാൾ ഇവനെ വലിയ പുള്ളിയായിട്ട് കൊണ്ട് നടന്നത് എന്നെ ചെയ്യാനാ? നിന്നിൽ നീതികേട് കണ്ടതുവരെ, അതുവരെ നീതികേടില്ലായിരുന്നു. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പക്ഷെ നിഷ്കളങ്ക നടപ്പിന്റെ ഇടയിലാണ് നിന്നിൽ നീതികേട് കയറിയത്. ദൈവത്തോട് അടുത്തിരിക്കുന്ന തെറിച്ചു പോകുന്ന സകലതും ഇങ്ങനെയാ. ആ കാര്യം മറക്കരുത്. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുണ്ടായിരുന്ന കൂടുകളുടെയും തടങ്ങളുടെയും പണി, അതാണ് വിശദീകരിക്കേണ്ടി വന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സമാഹാരത്തെ കുറിക്കുന്ന പദമാണ് ടാർബറ്റ്സ് ആൻഡ് പൈപ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സമാഹാരമാണ് ടാർബറ്റ്സ് ആൻഡ് പൈപ്സ്. നീ ചിറക് വിടർത്തി തവിട്ട് വായിച്ചു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നിൽക്കട്ടെ, നിന്നെ ഇരുത്തിയിരുന്നത് വിശുദ്ധ ദേവപർവ്വതത്തിലാ, ദൈവത്തിന്റെ ഏദനിൽ. നിന്റെ ചിറക് വിടർത്തി മറയ്ക്കുമ്പോൾ, നിന്റെ ചിറക് വിടർത്തി ആട്ടുമ്പോൾ അതിനകത്തുനിന്ന് മ്യൂസിക് വരുമായിരുന്നു. ഭൗതിക മ്യൂസിക് അല്ല, സ്വർഗീയ മ്യൂസിക്. പാടാൻ തൊണ്ടയല്ല നിനക്ക്, നിന്റെ ചിറക് അനക്കിയാൽ മതിയായിരുന്നു, അതിനകത്തുനിന്ന് മ്യൂസിക് വരുമായിരുന്നു. കാര്യം നിന്റെ പണി ഇറ്റ് വാസ് വിത്ത് ടാർബറ്റ്സ് ആൻഡ് പൈപ്സ്. അതെല്ലാം മെയ്ഡ് ഓഫ് ഗോൾഡ്. സ്വർണം കൊണ്ട് നിർമ്മിച്ച മ്യൂസിക്കൽ ഉപകരണങ്ങളുടെ സമാഹാരം കൊണ്ട് നീ നിന്നെ സൃഷ്ടിച്ചിരുന്നു. അതായിരുന്നു നീ അവിടുന്നാണ് വീണത്. അവിടെ നിന്നെ ഒക്കുകയില്ലെന്ന് കണ്ടപ്പോഴാണ് നിനക്ക് വേണ്ടി ഭൂമി ഉണ്ടാക്കി തന്നത്. അന്ന് നിന്നെ പാർപ്പിക്കേണ്ടതിന് ഭൂമി ഉണ്ടാക്കി. ഇതെല്ലാം ആദിയിൽ നടന്ന കാര്യമാണ്. ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഇതിന് അടിത്തറയിടുകയും ഭൂമി ഉണ്ടാക്കുകയും ചെയ്തത് ഈ ലൂസിഫറിനെ പാർപ്പിക്കാനായിട്ട്. പണ്ടൊരിക്കൽ മേളിൽ വസിച്ച ശേഷം തൽക്കാലം താഴോട്ട് പോരുന്നവൻ. നമ്മുടെ ആദ്യത്തെ പിക്ചറിലൊന്ന് വരാമോ? പിക്ചർ നമ്പർ 5. അങ്ങ് മുകളിലത്തെ സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലോട്ട് തള്ളിയില്ല, നിന്നെ ഭൂമി വരെ തള്ളി. ആ മേളത്തെ സ്വർഗത്തിൽ നിന്ന് നിന്നെ ഭൂമി വരെ തള്ളി. ഭൂമി നിനക്ക് വേണ്ടി ഉണ്ടാക്കി. ഇവിടെയോട്ട് കൊണ്ട് നിന്നെ പാർപ്പിച്ചു. അവിടെ ആയിട്ട് നീ നേരെയായോ? ഒരു ശിക്ഷ കൊടുത്ത് നിർത്തിയത് കൊണ്ട് എല്ലാവരും നേരെയാവുന്ന കണ്ട വരാം. യെശയ്യാവിന്റെ പുസ്തകം 14, 14, 12 മുതലുള്ള വാക്യങ്ങൾ.
നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാനും ക്രമീകരിക്കുവാനും ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ? അരുണോദയ പുത്രനായ ശുക്ര. അരുണോദയ പുത്രനായ ശുക്ര. ഇംഗ്ലീഷ് നോക്കിയാൽ യു ലൂസിഫർ. ഒന്ന് വായിച്ചേക്കാം ബ്രദറെ, മോനെ പ്ലീസ്. 14 യെശയ്യാവ് 14 12 മുതൽ 12 വാക്യമാണ്. യെശയ്യാവ് 14:12. How art thou fallen from heaven, O Lucifer? ഓ ലൂസിഫർ. അരുണോദയ പുത്രനായ ശുക്രൻ എന്നൊക്കെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന തർജ്ജിമ പഴയ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് ഇട്ടതാണ്. നമുക്ക് അതും പിടികിട്ടുകയില്ല. നമുക്കിത് കറക്റ്റാ. ദൗ ലൂസിഫർ. എടാ ലൂസിഫറേ, പ്രകാശത്തിന്റെ പുത്രനായ ലൂസിഫറേ, സൺ ഓഫ് ദ മോർണിംഗ്, പ്രകാശത്തിന്റെ പുത്രനായ ലൂസിഫറേ, നീ ആരായിരുന്നു? വായിച്ചോ 12 മുതൽ ഒന്നുകൂടെ മലയാളത്തിൽ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ആകാശമണ്ഡലങ്ങളിൽ നീ കയറിയവനാണല്ലോ. നീ പണ്ടിരുന്നത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണല്ലോ, സ്വർഗത്തിലാണല്ലോ. വായിച്ചോ. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ പലരെയും അപമാനിച്ച് താഴ്ത്തിക്കെട്ടിയവനല്ലേ. അവിടെ ജാതികളെന്ന് എഴുതിയിരിക്കുന്ന പദം തൽക്കാലമായി ഒരു രാജാവിനെ ഉപമിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇതര ദൂതന്മാരെ നീ ധിക്കരിച്ചവനാ. നിനക്ക് കിട്ടിയ അധികാരത്തിന്റെ മുകളിൽ, നിനക്ക് കിട്ടിയ സ്ഥാനത്തിന്റെ മുകളിൽ നീ സാധാരണ ദൂതന്മാരെ നിസ്സാരന്മാരായി എണ്ണിയവനാണ്. നീ അവരെ താഴ്ത്തിക്കെട്ടിയവനാണ്. താഴ്ത്തിക്കെട്ടിയവനല്ലേ നീ? വായിച്ചോ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഞാൻ സ്വർഗത്തിൽ കയറി എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്റെ മേൽ ഞാൻ ഇരുന്നരുളും എന്നല്ലയോ നീ ഹൃദയത്തിൽ പറഞ്ഞതല്ലേ? വായിച്ചു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഒന്ന് നിർത്തിക്കേ. ഇവൻ പണ്ട് എവിടെ ആയിരുന്നു? അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പറുദീസയിൽ ഏദനിൽ ദൈവം അവനെ ആക്കിയതാ. ഏതാണ്ട് പെശക് കണ്ടു, ഇവനെ പിടിച്ചു ഭൂമിയിലാക്കി. ഭൂമി ഇവന് വേണ്ടി ശരിക്കുണ്ടാക്കി. എന്തോ അവനിൽ കണ്ട പെശകെന്ന് എനിക്കറിയത്തില്ല, അഹങ്കാരമായിരിക്കും, അല്ല എന്നതാ. അവനെ ഇവിടെ പിടിച്ചാക്കി. ഇവിടെ ആക്കിയപ്പോഴത്തെ ഇവന്റെ ചിന്ത എന്നാണെന്നറിയാമോ? ഞാൻ തിരിച്ചു പോകും, ഞാൻ കയറും, ദൈവം എന്നെ ആക്കിയ സ്ഥാനം വേറെ, ഞാൻ കയറും. പലർക്കും ഈ ചിന്തയുണ്ട്. സഹോദരിമാരൊന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ നിങ്ങളുടെ യാതൊരു തെറ്റും പറയുകയല്ല. എന്നാൽ ഈ ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഇൻ്റർനാഷണലി പ്രയോജനപ്പെടുന്ന ഒരു വളരെ വലിയ തോതിൽ അറിയപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന പറഞ്ഞാൽ സ്പിരിച്വൽ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, കഴിഞ്ഞ ദിവസം ഞാൻ പേര് പറയത്തില്ല, എന്നോട് പേര് പറഞ്ഞ ഒത്തിരി പേര് അറിയും, അതുകൊണ്ടാണ് ഞാൻ പേര് പറയത്തില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചിരുന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാപം ചെയ്ത ഔവ്വായെ ദൈവം ശപിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അല്ലേ? നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ആ വാക്ക് എഴുതിയിരിക്കുന്ന യഥാർത്ഥ എബ്രായ പദത്തിൻ്റെ അർത്ഥം നിന്റെ ഭർത്താവിൻ്റെ പദവി തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് നിന്റെ അകത്തെ ആശ. അത് നിനക്കൊരു ശാപമാണ്. ഇന്ന് ഇക്വാലിറ്റി വർണ്ണിക്കുന്ന കാലത്ത് ആണും പെണ്ണും ഒക്കെ ഒരുപോലെയാണ്, ഭാര്യ ഭർത്താക്കന്മാർക്ക് തുല്യതയുണ്ടെന്ന് പറയുന്ന ഈ പരിതസ്ഥിതി വരെ നീ എത്തും. അത് ഈ ശാപത്തിൽ വന്ന് ഇവിടം വരെ വന്നെന്നാ. രണ്ടു പേർക്കും രണ്ട് സ്ഥാനം ദൈവം കൊടുത്തിരിക്കുന്ന, ഒന്ന് തലയും മറ്റേ ശരീരവുമാണ്. പക്ഷെ ഇവളെ ശപിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്, നിന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്ന അവകാശം നീ പിടിച്ചെടുക്കത്തക്കവണ്ണം നീ അവിടം വരെ ചിന്തിക്കും, അതോടെ നിനക്ക് അധോഗതിയാണ് എന്നാണ്, ഒരു ശാപമായിട്ട് ഇത് കൊടുത്തതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ആയിരിക്കാം ഭാഷയുടെ പരിജ്ഞാനമുള്ളവർക്ക് ഇത് പറയാൻ അറിയത്തുള്ളൂ. ഇവിടെ ഞാൻ മടങ്ങി വരട്ടെ. തമ്പുരാൻ നിന്നെ ഉയരത്തി ഇന്ന് താഴെ ഭൂമിയിലോട്ട് തള്ളി. ഇവിടെ വന്നപ്പോൾ നീ പറയുന്നത് എന്തുവാണ്? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഏതാ മേഘോന്നതം? ഒന്നാം സ്വർഗം. അടുത്തത്, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക്, രണ്ടാം മണ്ഡലത്തിൻ്റെ മീതെ കയറും. പണ്ട് ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ തിരിച്ച് അവിടേക്ക് പോകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വായിച്ചതാവട്ടെ. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. മോനെ, നിന്നെ അധമപാതാളത്തിൽ വരെ തള്ളുമടാ. നീ ഇപ്പം ഈ ഭൂമിയിൽ നിന്ന് മേളിലോട്ട് കയറുമെന്ന് നീ പറയുന്നു. ഇല്ല, നിന്നെ അധമപാതാളത്തിലേക്ക് തള്ളാൻ പോവുകയാണ്. അവനെ അങ്ങനെ സാത്താനെ അധമപാതാളത്തിലേക്ക് ദൈവം തള്ളി. അപ്പൊ അവന്റെ ഹൃദയത്തിലെ ചിന്ത എന്തുവായിരുന്നു? ഞാൻ സ്വർഗത്തിൽ കയറും,
എൻ്റെ സിംഹാസനം ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഞാൻ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. യോബിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇനിയൊരു വാക്യമുണ്ട്, 26:7 ആയിരിക്കണം. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഒന്ന് നോക്കാമോ? ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. കം ടു ദ പിക്ചർ നമ്പർ 4 അഗൈൻ. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ അതല്ല, നോ, മുമ്പേ നമ്മൾ എടുത്ത അതേ പിക്ചർ തന്നെ. നമ്പർ 4 ഐ തിങ്ക്. നോ, വേറൊരെണ്ണം എടുത്ത് മുമ്പേ എടുത്ത് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്ന പിക്ചർ തന്നെ. നോ, അത് അണ്ട് അതിനകത്ത് ഭൂമിയുടെ ഉത്തരദിക്കിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ആ ഒരു കോണിക്കൽ ഷേപ്പിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അത് കാണാമോ? ഭൂമിയുടെ ഉത്തരദിക്കിൽ ട്രൂ നോർത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ മേളിലോട്ട് ഒരു ചോർപ്പിൻ്റെ ആകൃതിയിൽ വിരിഞ്ഞു പോകുന്ന ഒരു ഭാഗം കാണാം. അതിന് 4.5 ഡിഗ്രിയാണുള്ളത്. 4.5 ഡിഗ്രി. ഈ 4.5 ഡിഗ്രിക്കകത്ത് യോബ് 26:7 അവിടെ എഴുതിയും കാണും. ആ 4.5 ഡിഗ്രിക്കകത്ത് മേളിൽ ഒരു നക്ഷത്രം കാണുന്നുണ്ട്. അതിനെ ധ്രുവ നക്ഷത്രം എന്ന് വിളിക്കും, പോൾ സ്റ്റാർ. അങ്ങനെ 2.5 ഡിഗ്രി മാറിയാണ് നിൽക്കുന്നത്. അത് ഒഴിച്ചാൽ ഭൂമിയുടെ ഉത്തരദിക്കിന് നേരെ യാതൊരു ഗോളങ്ങളും ഗ്രഹങ്ങളും ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. ട്രൂ നോർത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ, മേളിലോട്ട് നോക്കിയാൽ, അല്ലെ വടക്കോട്ട് നോക്കിയാൽ, ആ ഉത്തരദിക്കിന് നേരെ യാതൊരു നക്ഷത്രങ്ങളോ ഗോളങ്ങളോ ഇല്ലാത്ത 4.5 ഡിഗ്രിയിൽ വിരിഞ്ഞു പോകുന്ന ഒരു കോണ് കാണാം. നക്ഷത്ര ബംഗ്ലാവ് കാണാൻ ആരെങ്കിലും കയറിയാൽ ഒരു ഒത്തിരി വ്യക്തമാക്കി കാണിക്കും ഇത്. അതിനിടയ്ക്ക് പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്രം 2.5 ഡിഗ്രി മാറി നിൽപ്പുണ്ട്. ട്രൂ നോർത്തിലല്ല, പുസ്തകത്തിലെ വാക്കിന് ഒരു തെറ്റുമില്ല. 2.5 ഡിഗ്രി മാറി നിൽക്കുന്ന ഒരെണ്ണം ഒഴിച്ചാൽ ട്രൂ നോർത്ത് വിരിഞ്ഞു പോകുന്ന ഒന്നുമില്ല. ഇവൻ പറഞ്ഞു, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ കയറും. ഉത്തരദിക്കിനെ തമ്പുരാൻ ശൂന്യത്തിൻ്റെ മേൽ തൂക്കിയിരിക്കുക. ഇനി ഞാൻ ഉത്തരദിക്കിനെ വിശദീകരിക്കാൻ വടക്കുവശത്തെ വിശദീകരിക്കാൻ പോകുകയാണ്. സങ്കീർത്തനങ്ങൾ 48:2 ഒന്ന് നോക്കാമോ? സങ്കീർത്തനങ്ങൾ 48:2. ഉത്തരദിക്ക് അത്രയും മാത്രം ഇപ്പൊ കണ്ടല്ലോ. അതിന്റെ മണ്ടയ്ക്ക് സ്വർഗാതി സ്വർഗം ഇരിപ്പുണ്ട്. ഞാൻ അതവിടെ കാണിച്ചിട്ടുണ്ട്. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. മഹാരാജാവിന്റെ നഗരമാണ് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അത് സകല ഭൂമിയുടെയും ആനന്ദം. സകല ഭൂമിയുടെയും ആനന്ദമായി മഹാരാജാവ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഉത്തരദിക്ക്. എബ്രായ ലേഖനം 12:22. എബ്രായർ 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. ഇതെല്ലാം കൂടെ അവിടെ വരും. അതിനകത്ത് ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. മതി. സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും അങ്ങ് വടക്ക് ഇങ്ങനൊരു സാധനമുണ്ട്. അവിടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളെ സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തി എന്ന ആശയമാണ്. സങ്കീർത്തനം 75:6-7 വായിക്കാമോ? സങ്കീർത്തനം 75:6-7. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. പിന്നെ എവിടുന്ന? ഒറ്റദിക്കേ ബാക്കിയുള്ളത് വടക്ക. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. പിന്നെ ഒറ്റ സ്ഥലമേ ബാക്കിയുള്ളൂ. അവിടെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതമുണ്ട്. അത് സകല ഭൂമിയുടെയും നന്മയാ, മനോഹരത്വമാ. അതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് വടക്കേ അറ്റത്തുള്ളത്. അതിനും ഭൂമിക്കും ഇടയിൽ യാതൊരു വസ്തുവുമില്ലാതെ ഒരു ശൂന്യതയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ശൂന്യതയെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നോർത്തൻ നെബൂള എന്നവർ വിളിക്കും.
നോർത്തേൺ നെബൂള, വടക്കേ ശൂന്യത. ഇനി ശാസ്ത്രലോകം പറയുന്നത് നമ്മൾ വസിക്കുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥം, സൂര്യഗ്രഹം, കുടുംബം, അത് ഉൾക്കൊള്ളുന്ന നമ്മുടെ മിൽക്കി വേ, നമ്മുടെ ഗാലക്സി, അത് ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ഡ കടാഹം, ആ മഹാപ്രപഞ്ചം മൊത്തം കൂടെ ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗതയിൽ വടക്കോട്ട് പോവുകയാണ്. ഈ ശൂന്യതയിലേക്ക് പോവുക. ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗതയിൽ. കൊല്ലം 50,000 ചരിത്രമെങ്കിലും ശാസ്ത്രലോകത്തിന് പറയാനുണ്ട്. ഇത്രയും നാൾ പോയിട്ട് അങ്ങ് എത്തിയില്ല, അങ്ങ് പോവുക. അങ്ങനെയാണെങ്കിൽ വടക്ക് നിന്ന് ആരോ പടുകൂറ്റൻ ശക്തികളിൽ ഒന്ന് ഈ ഭൂമിയെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഇതാരാണെന്നറിയണം. സകല ശാസ്ത്രജ്ഞന്മാരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു, ഇതാരാണെന്നൊന്ന് അറിയണം. പക്ഷേ അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ ഒത്തിട്ടില്ല. അങ്ങോട്ട് വെറും ശൂന്യതയുള്ളൂ. ഞാൻ ഇനിയും മറ്റൊരു കൊച്ചുദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ തോന്നുന്നു, ഇവിടെ കാണാൻ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഞാനും കൂടെ വടം വലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ നിന്ന പിള്ളേരെ വലിച്ചെടുക്കും. കാര്യം എനിക്ക് അവരെക്കാൾ ബലമുണ്ട്. പക്ഷേ ഇവിടുത്തെ ആരോഗ്യമുള്ള ഒരുത്തിന് ഞാനും കൂടെ വടം വലിച്ചാലോ എൻ്റെ മൂക്കയിലെ തൊലി വാക്ക് കാണുകയില്ല, അവൻ എന്നെ തെള്ളിയിട്ടങ്ങ് വലിച്ചെടുക്കും. ആരോഗ്യമുള്ളത് ആരാണോ അവനാണ് ആരോഗ്യം കുറഞ്ഞതിനെ വലിച്ചടുപ്പിക്കുന്നത്. നമ്മുടെ ഭൂമിയും ഇത് ഉൾക്കൊള്ളുന്ന സൗരയൂഥവും അത് ഉൾക്കൊള്ളുന്ന മിൽക്കി വേയും, മുമ്പേ പറഞ്ഞല്ലോ നക്ഷത്രങ്ങളുടെ എണ്ണമെല്ലാം കൂടെ എണ്ണിത്തീർക്കാനൊന്നും നോക്കുന്നതല്ല, ഇതുങ്ങളെ മൊത്തം വടക്കോട്ടാരാണ്ട് വലിക്കുക. ഒരു സെക്കൻഡിൽ 12 മൈൽ, എന്നാ ഈ പറയുന്നേ, ഒരു സെക്കൻഡിൽ 12 മൈലിലധികം വേഗതയിൽ, മോർ ദാൻ എസ്കേപ്പ് വെലോസിറ്റി, ഇതങ്ങ് വടക്കോട്ട് പോകുക. ആരുടെ ഇതിനെ വടക്കോട്ട് വലിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ലെങ്കിലും ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നോർത്തേൺ നെബൂളയ്ക്ക് മുകളിൽ, ആ ശൂന്യതയ്ക്ക് മുകളിൽ 1991 ആദ്യത്തെ റിപ്പോർട്ട് നോർത്തേൺ നെബൂളയെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന ശൈലിയിൽ ഒന്ന് വരുന്നത്. വാനഗോള ശാസ്ത്രജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ പ്രൊഫസർ ലാർക്കിൻസൺ എന്ന മനുഷ്യൻ ന്യൂജേഴ്സിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ചാവൂസ് എന്ന മാസികയ്ക്കകത്ത് ഒരു പിക്ചർ സഹിതം ഒരു ആർട്ടിക്കിൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കിട്ടിയായിരുന്നു. The gigantic lenses all around Earth had been focusing the northern nebula and scanning it. ലോകത്തുള്ള ശക്തിയേറിയ ലെൻസുകൾ, ടെലിസ്കോപ്പുകൾ നോർത്തേൺ നെബൂളയെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വസ്തുത പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. നീളവും വീതിയും ഉയരവും ഉള്ള ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഏതോ ഒരു വസ്തു, അതാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്, ഏതോ ഒരു വസ്തു വടക്കേ നെബൂളയുടെ അപ്പുറത്ത് കണ്ടുകിട്ടി. ഒറ്റ സെക്കൻഡേ ഉള്ളായിരുന്നു ആ പ്രകാശം ലഭിച്ചത്, അതങ്ങ് മാറി. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞു കാണും, അല്ലെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഈ നെബൂളയെ നോക്കുവാൻ വേണ്ടി ഒരു എയർ ഒബ്സർവേറ്ററി സ്ഥാപിതമായി. 2 പ്രാവശ്യമെങ്കിലും അതിനകത്ത് കയറി കാണുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. 2 പ്രാവശ്യമെങ്കിലും ഞാൻ അതിനകത്ത് കയറി കണ്ടു. ഈ നെബൂള സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഭൂമിയെ ആകർഷിക്കുന്നത് എന്തെന്ന് ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യവും ആ വടക്കേറ്റത്ത് ഞങ്ങൾ കാണിച്ചിരിക്കുന്ന ആനിമേറ്റഡ് പിക്ചർ, ഇവിടെ ചുമ്മാ ഞങ്ങൾ വരച്ചു വെച്ചതായത്, അതുപോലെ ഒന്ന് അവിടെ കാണുവാനിടയായി തീർന്നു. നീളവും വീതിയും ഉയരവും തുല്യമായ ഒരു വസ്തുവിനെ അവിടെ കണ്ടു. പ്രൊഫസർ ലാർക്കിൻസൺ പറയുന്നത്, പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ഗ്ലോബലാണ്, ബോളിൻ്റെ ഷേപ്പാ. പക്ഷെ ഇത് മാത്രം നീളവും വീതിയും ഉയരവുമുള്ള ക്യൂബിക്കൽ ഷേപ്പിലാണ്. ലാർക്കിൻസൺ എഴുതിയിരിക്കുന്നു, അതിന് ചുറ്റും ഒരു വൻ മതിലുണ്ട്. ഇത് വെളിപ്പാട് 22 പറയുന്ന സ്വർഗമാണ് സ്വർഗീയ യെരൂശലേമായത്. ഇതിൻ്റെ വട്ടത്തിൽ ഒരു വൻ മതിലുണ്ട്. പ്രൊഫസർ ലാർക്കിൻസൺ പറഞ്ഞു, ആ മതിലിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ വലിപ്പം ശ്രദ്ധിച്ചോണം, 16 ട്രില്യൺ നോട്ടിക്കൽ മൈലാണ്. ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഒത്തിരി മേളില്ല, എനിക്കൊന്നും അറിയത്തില്ല എത്രയാണെന്നൊന്നും. 16 ട്രില്യൺ. മില്യൺ ഈസ് എ ബില്യൺ ആൻഡ് ബില്യൺ ഈസ് എ ട്രില്യൺ, അല്ലേ? അത്രയും അങ്ങോട്ട് വരാം. 10 ലക്ഷം ഒരുമിച്ച് കൂടുന്നതിനെ 1 മില്യൺ എന്ന് വിളിക്കും. 10 ലക്ഷം ഗുണം 10 ലക്ഷം ആണ് 1 ബില്യൺ. അത്ര ബില്യൺ ഒരുമിച്ച് കൂടുന്നതാണ് 1 ട്രില്യൺ. 16 ട്രില്യൺ നോട്ടിക്കൽ മൈലാണ് അതിൻ്റെ മുൻപിലുള്ള ഒരു ഒറ്റ ഗേറ്റിൻ്റെ വീതി എന്ന് പ്രൊഫസർ ലാർക്കിൻസൺ കണക്കാക്കുന്നു.
സാത്താന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചത്, ലൂസിഫറിന്റെ ഹൃദയത്തിൽ ചിന്തിച്ചത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ. മനസ്സിലാകുന്നു? ഭൂമിയെ തൂക്കിയിരിക്കുന്നത് നാസ്തിത്വത്തിന്റെ മേലാണ്. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. താഴെ കാണുന്ന പിക്ചർ ഇവിടെ ആനിമേറ്റ് ചെയ്തതാണ്, പക്ഷേ അത് നാസയുടെ കണ്ടുപിടുത്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. നാസയുടെ കണ്ടുപിടുത്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് ഒരു ശകലം പോലും തെറ്റില്ല. സ്കെയിലല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ യാഥാർത്ഥ്യത്തിന് അത് ഒട്ടും തെറ്റില്ല. ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ അതിർത്തിയിൽ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ടെന്നും ലൂസിഫർ പറഞ്ഞു, ഞാൻ അവിടെ കയറും, ഞാൻ അതിൻ്റെ മുകളിൽ ഇരിക്കും. ഇത് അവൻ പറയുകയും തമ്പുരാൻ അവനെ ശപിച്ചു. അവനിലുള്ള പ്രകാശത്തെ, ഉണ്ടായിരുന്ന പ്രകാശത്തെ ദൈവം അന്ധകാരമാക്കി മാറ്റി. അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി. നക്ഷത്രമണ്ഡലത്തിൽ ഇതര ദൂതന്മാരുണ്ട്, പുള്ളിക്ക് അവിടെ പാൻ ഒക്കുകയില്ല. ഭൂമിക്ക് ദൈവം വേറെ ഒരു ഉദ്ദേശം കൊടുത്തു, ഇവിടെയും പറ്റുകയില്ല. ഒക്കുന്നത് മേഘമണ്ഡലങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് അവനെ തള്ളുകയും ഈ ലോകത്തിൻ്റെ പ്രഭുവെന്നും പറയും. പണ്ടിതിൻ്റെ അധികാരം അവനായിരുന്നു. ആകാശത്തിൻ്റെ അധിപനെന്നും ആകാശത്തിലെ ബാബ എന്നവനെ തനിച്ച ഭാഷയെ വിളിക്കാം, കറക്റ്റ്. അത് അവനെ അങ്ങോട്ടങ്ങ് തള്ളിയിച്ച് ഭൂമിയെ ദൈവം അവൻ്റെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കി. ഇനി ഞാൻ അടുത്ത വടിയിലോട്ട് കയറാൻ പോവുകയാണ്. എന്നിട്ട് തമ്പുരാൻ എന്തു ചെയ്തു? ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. വെള്ളം കൊണ്ട് മൂടി, അതിൽ നിന്ന് പ്രകാശം ഇല്ലാതെയായി. യെരമ്യാവിൻ്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ, യെരമ്യാവിൻ്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യം ദയവായി നോക്കാമോ? അയ്യോ, എന്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ, എന്റെ ഹൃദയഭിത്തികൾ എന്റെ നെഞ്ചടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. അതാണോ യെരമ്യാവ് 4:19? അങ്ങനെയാണ് 26 നോക്കാം. 4 ഞാൻ നോക്കിയ ഉദ്യാനം, എക്സാക്ട്ലി അതാ എനിക്ക് വേണ്ട വാക്യം. വായിച്ചു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. യഹോവയുടെ ഉഗ്രകോപം വന്നതോടുകൂടെ ഈ മനോഹരമായിരുന്ന ഭൂമിയെ, പാഴായിട്ടല്ല ദൈവം ഇതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായി സൃഷ്ടിച്ചതാ. അതിനുവേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന മനോഹര പട്ടണങ്ങൾ ഇടിഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി മാറി. ഒന്നുകൂടെ വായിച്ചു. ഞാൻ ഭൂമിയെ നോക്കി, അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. അത് പാഴും ശൂന്യവും ആയിത്തീർന്നു. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. എവിടെയാണിത് പാഴും ശൂന്യവും ആയിത്തീർന്നത്? ഞാൻ ആകാശത്തെ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യവുമായി തീർന്നു. വായിച്ചു. ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശം ഇല്ലാതെ ഇരുന്നു. പ്രകാശമില്ലാത്ത ആകാശം ഞാൻ കണ്ടു. പിന്നെ ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. പർവ്വതങ്ങളിൽ നിന്ന് വിറയ്ക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. കെ എബ്രഹാം സാർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഭൂമിയുടെ അച്ചുതണ്ട് വിറച്ചു പോയതിനാൽ അതിന്റെ സകലതും വിറച്ചാടിയ ചരിത്രമായിരിക്കണം ഇതെന്ന് ആയിരിക്കാം. മുന്നോട്ട്. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. കുന്നുകൾ ആടി. പിന്നെ ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. മനുഷ്യനെ കണ്ടില്ല. കാര്യം അന്ന് മനുഷ്യൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണാഞ്ഞത്. ഒരു മനുഷ്യനെയും കണ്ടില്ല, മനുഷ്യനില്ലാഞ്ഞ കാലം. പിന്നെ ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇവിടെ പക്ഷികൾ ഉണ്ടായിരുന്നു, പക്ഷികൾ പറന്നുപോയി. പിന്നെ ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. പിന്നെ അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞുപോയി. ഇതിനകത്ത് പട്ടണങ്ങൾ പലതുണ്ടായിരുന്നു, അവ ഇടിഞ്ഞുപോയി. പിന്നെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല. എന്റെ ദൈവമേ, ഞാൻ ഇതിനെ മുടിച്ചു കളയത്തില്ല. ഇത് ശൂന്യമായെങ്കിലും ഇതിന് വീണ്ടെടുപ്പിനൊരു പ്ലാനുണ്ട്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നവരോർത്തണം, നമ്മുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളും ശൂന്യമായി കാണും. എന്നാൽ ദൈവത്തിനൊരു കരുണയുണ്ട്, പോകത്തില്ല, മടങ്ങി വരും. ഞാൻ ആ ഭാഗങ്ങളിലോട്ട് ഇറങ്ങാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഒരു പ്രായോഗിക അർത്ഥത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഇതിനോട് ചേർന്ന് യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. 9-ാം അധ്യായം 4 മുതൽ 7 വരെ. 9-ാം അധ്യായം 4 മുതൽ 7 വരെ.
അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ? ദൈവത്തോട് ശഠിച്ചിട്ട്, ലൂസിഫറിന് പറ്റിയ അബദ്ധം അതാണ്, അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ? അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. തന്റെ കോപത്തിൽ അവൻ പർവ്വതങ്ങളെ മറിച്ചു കളയുന്നു. പിന്നെ അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. ഭൂമിക്ക് സൂര്യന്റെ വട്ടം പോകത്തക്കവണ്ണം ദൈവം ഒരു ഓർബിറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഈ പുള്ളി ഇരിക്കുന്നത്. അവിടെ നിന്ന് തമ്പുരാൻ അതിനെ ഇളക്കി. എന്നിട്ട് അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. അതിന്റെ തൂണുകൾ കുലുങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹാപർവ്വതങ്ങൾ എന്നുള്ള ആശയമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ തൂണുകൾ കുലുങ്ങി, അച്ചുതണ്ടാകാം, കുലുങ്ങി. പിന്നെ അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ സൂര്യനോട് കൽപ്പിച്ചതുകൊണ്ട് സൂര്യൻ ഉദിക്കാതെയായി. പിന്നെ അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. നക്ഷത്രത്തെ ഒരെണ്ണത്തെ കാണാനില്ലാതെയായി പൊതിഞ്ഞതിനെ മുദ്രയിടുന്നു. പിന്നെ അവൻ തനിച്ച ആകാശത്തെ വിരിക്കുന്നു. അവൻ തനിച്ച് നിൽക്കട്ടെ, തിരിച്ച് അവൻ ആകാശത്തെ വിരിക്കും. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. എന്റെ വിശ്വാസപ്രകാരം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് 104 സങ്കീർത്തനത്തിൽ നിന്ന് അല്പം കൂടെ വ്യക്തമായി. എത്ര മുതൽ എത്ര വരെയുള്ള വാക്യം വരുന്നത് വായിച്ചത്? 104 8 വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ. മലകൾ പൊങ്ങി താഴ്വരകൾ താണു. ദൈവത്തിന്റെ കോപത്തിൽ മലകൾ പൊങ്ങി. അതിനു മുമ്പ് ഇതൊരു സർക്കുലർ ആയിരുന്നു. മലകൾ പൊങ്ങി താഴ്വരകൾ താണു. പിന്നെ നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് വാങ്ങിപ്പോയി. ദൈവം ഇതിനെ ഈ ഭ്രമണപഥത്തിൽ നിന്ന് എടുത്ത് ദൂരെ എവിടെയൊക്കെ ഏറെറിഞ്ഞു. സൂര്യപ്രകാശം അടുക്കാത്ത, നക്ഷത്രങ്ങൾ കാണാത്ത ആകാശത്തിന്റെ വിദൂരതയിൽ എവിടെയോ ഇത് അലഞ്ഞു തിരിയുവാൻ തുടങ്ങി. അന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്തു. പിതാവായ ദൈവം തന്റെ കോപത്തിൽ ഇത് വിളിച്ചു പറയുമ്പോൾ പുത്രനും പിതാവും പരിശുദ്ധാത്മാവുമായി ചേർന്ന് സൃഷ്ടിച്ച ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നതിനാൽ ദൈവം തന്റെ ആത്മാവിന് അനുമതി കൊടുക്കുകയും ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുകയും ചെയ്തു. എവിടുന്ന വെള്ളം വന്നതെന്ന് കൊണ്ട് എളുപ്പം തൊട്ടേക്കാം. സൂര്യപ്രകാശവും വെളിച്ചവും നഷ്ടമായതോടെ ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും മഞ്ഞുകട്ടയായി ഭൂമി മഞ്ഞിൽ പൊതിഞ്ഞ് കിടന്നു. ഈ മഞ്ഞിൽ പൊതിഞ്ഞു കിടന്ന ഭൂമിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിർജീവമായി കിടക്കുന്ന പലതിനെക്കുറിച്ചും ദൈവത്തിന് പ്ലാൻ ഉള്ളതുകൊണ്ട് ആത്മാവിനൊരു കൽപ്പന കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്ന പദത്തിന് തികച്ചും വ്യത്യസ്തമായ വേറൊരു വാക്കാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. മൊറാഹാഫത്ത്. മൊറാഹാഫത്ത് എബ്രായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക്, പരിവർത്തിച്ചു എന്നതിന് മൊറാഹാഫത്ത്. മൊറാഹാഫത്ത് എന്ന പദം ഒരു കോഴിയുടെ കീഴിൽ മുട്ട പൊരുന്ന വെച്ചാൽ ആ മുട്ടയുടെ മുകളിൽ കോഴി ഇരുന്ന് കാണിക്കുന്ന വേലയാണ്. അങ്ങോട്ട് ചരിക്കണമെന്ന് തോന്നുമ്പം അങ്ങോട്ട് ചരിക്കും, ഇങ്ങോട്ട് ചരിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് ചരിക്കും. അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് അതിൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് മുട്ട കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മീതെ പൊരുന്ന ഇരുന്ന് അതിൻ്റെ സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് കോഴിയുടെ പുറത്തിരിക്കുന്ന മുട്ടയുടെ പുറത്തിരിക്കുന്ന കോഴി കാണിക്കുന്ന പരിപാടിയെയാണ് മൊറാഫത്ത് എന്ന് വിളിക്കുന്നത്. ഇപ്രകാരം അനന്തവിശാലതയിലേക്ക് എടുത്തെറിയപ്പെട്ട ഭൂമിയുടെ മുകളിലുണ്ടായിരുന്ന ഇരുട്ടിനും വെള്ളത്തിനും മീതെ പരിശുദ്ധാത്മാവ് പൊരുന്ന ഇരുന്നു കൊണ്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പണി നോക്കുക. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട വ്യക്തിയെങ്കിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും ദൈവകോപത്തിൽ എന്തെങ്കിലും ഒന്ന് തീർന്നു പോയാൽ തമ്പുരാൻ അതിനെ കളയുകയല്ല, തിരിച്ചെടുക്കുവാൻ വേണ്ടി അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൻ്റെ മീതെ പരിവർത്തിച്ചു ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. മൊറാഫത്ത് അതിൻ്റെ മുകളിലിരുന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരുവാനായി ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇന്ന് വരികയാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് ശനിയാഴ്ച കൊണ്ട് ഭയങ്കര ആഴമുള്ള ഒരാശയമായത് നമ്മൾ ഏറെക്കുറെ അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തും. ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് അവിടെ എത്ര നൂറ്റാണ്ടുകൾ ഇരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ദിവസം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, സമയമായി എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ദൈവം ഒരൊറ്റ കൽപ്പന, ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. അവിടെ സൃഷ്ടിച്ചു എന്ന വാക്കാണ് നമ്മൾ സത്യത്തിൽ മലയാള വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബാറക് എന്ന പദമാണ് സൃഷ്ടി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്.
എന്നാൽ ഭൂമിയുടെ പുനരുത്ഥാനം 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം ചെയ്തു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, പക്ഷികൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു എന്നതിന് ബാറക് എന്ന പദമല്ല എബ്രായിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആസാഫ് എന്നും യക്സാർ എന്നുമുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസാഹ് എന്നും ആസാഹ് എന്നും യക്സ്താർ എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകളുടെ അർത്ഥം ഉള്ളതിനെ രൂപീകരിച്ചുണ്ടാക്കി, അരിയിട്ട് ചോറുണ്ടാക്കി, മുളകിട്ട് കറി ഉണ്ടാക്കി, തടിയൊഴിച്ച് കപ്പൽ പണിതു, മരം കൊണ്ട് ഒരു രൂപമുണ്ടാക്കി. യക്താർ, ആസാഹ്. നേരത്തെ സൃഷ്ടിച്ചിരുന്നതും തമ്പുരാൻ ഉണ്ടാക്കിയിരുന്നതുമായ വസ്തുക്കളിൽ, ധാതുക്കളിൽ നിന്ന് ഒരു രൂപീകരണം വരുത്തി ഇന്ന് കാണുന്ന ഭൂമിയെ ദൈവം മടക്കിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം തന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ക്നെസ് നിമിത്തം റീഫോർമേഷൻ നടന്നേക്കാം. ആ പറഞ്ഞ ഗൗരവത്തിൽ നിന്നത് താഴെ പോയേക്കാം. നിലവിളക്ക് അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറിയേക്കാം. പക്ഷെ നിലവിളക്ക് കിടത്തില്ല, മടങ്ങി വന്നിരിക്കും. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ ദൈവം പൂർത്തീകരിച്ചിരിക്കും. ദൈവം ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നേച്ച് അവിടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഞാനത് നിർത്തും. ദൈവം ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. ഏതൊക്കെയോ നക്ഷത്രങ്ങളിൽ നിന്നും വെളിച്ചം കിട്ടുന്ന അകലത്തിൽ അത് വന്നു. കാര്യം 1-ാമത്തെ ദിവസം വെളിച്ചം ഉണ്ടായി, സൂര്യനും ചന്ദ്രനും അന്നില്ല. 4-ാം ദിവസം ഉണ്ടായത്. ഞാൻ 3-ാം ദിവസം എൻ്റെ മനസ്സിനകത്ത് കണക്ക് കൂട്ടി വെച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ വെളിച്ചം ഉണ്ടായി 3 ദിവസം കഴിഞ്ഞിട്ടാണ് നക്ഷത്രം സൂര്യനെ കണ്ടത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ, തെറ്റിപ്പോയി. 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെ സൃഷ്ടിക്കുന്നത്. അതുവരെ സൂര്യൻ ഇല്ലാതെ വെളിച്ചം എവിടുന്ന് വന്നു? അനന്ത വിശാലതയിൽ നിന്ന് ഈ ഭൂമി മടങ്ങി വരുന്ന കൂട്ടത്തിൽ ഇതര നക്ഷത്രങ്ങളിൽ നിന്നാകാം. ചിലർ പറയുന്നത് തമ്പുരാന്റെ കരുണ തന്നെ പ്രകാശമായി വ്യാപരിച്ചു എന്ന് ആകാം. കരുണ തന്നെ പ്രകാശമായി വ്യാപരിച്ചതാകാം. ഇത് മടങ്ങി വന്നുകൊണ്ടിരുന്നു. ദൈവം അതിനെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവം ഇതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മനുഷ്യന് പാർക്കത്തൊക്കെ അതിനെ കൊണ്ട് അടുത്ത പിക്ചറിനകത്തൊന്ന് വന്നാട്ടെ. ദ ഓർബിറ്റ്സ്, മൂന്നാമത്തെ പിക്ചർ നമ്പർ 3. അത് ദൈവം ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവം ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന വലിയ സൂര്യനോട് ചേർത്ത് ഇവന്മാരെ എല്ലാം കൂടെ വെച്ചിരിക്കുക, ഗോളങ്ങളെല്ലാം കൂടെ. 3-ാമത്തെ പുള്ളിയാണ് നമ്മുടെ ഭൂമി. ഇതിനെ തിരിച്ചു കൊണ്ടുവന്നു. ഒരുപാട് വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം അങ്ങോട്ട് എറിഞ്ഞ പോലല്ല ഇവനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങോട്ട് എറിയുമ്പോൾ ലൂസിഫറിന് പാർക്കാൻ കൊള്ളാവുന്ന അന്തരീക്ഷത്തിലായിരുന്നു ഇത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പാർക്കാൻ കൊള്ളാവുന്ന അന്തരീക്ഷത്തിലാണ്. ഞാൻ അത് എനിക്ക് വായിക്കത്തില്ല, ചുരുക്കം കാര്യങ്ങൾ അങ്ങോട്ട് തൊട്ടേക്കാം. ഭൂമിയിൽ 24 മണിക്കൂറുള്ള രാപകലുകളാണ് ഉള്ളത്. ടെമ്പറേച്ചർ അങ്ങോട്ട് തുടങ്ങട്ടെ. ആദ്യമേ അവിടെ നിന്ന് വായിക്കാം. 1-ാമത്തെ ഗോളത്തിൻ്റെ ടെമ്പറേച്ചർ എത്ര? ഫസ്റ്റ് is the temperature shown there? Oh, it's orbited. Okay, sorry.